ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ 3-ാമത്തെ ദശകം ഭക്തി പ്രാർത്ഥന. ആ ദശകത്തില് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭക്തിയോഗത്തിന്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഭക്തന്മാരുടെ വകഭേദങ്ങള്. അപ്പോ മേൽപ്പത്തൂരിന് ഈ ദശകം 3-ാമത്തെ ദശകം എഴുതാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ വാതരോഗം കൂടിയിട്ട് അദ്ദേഹത്തിന് ഇത് 100 ദശകം വരെ എഴുതി സമർപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടിയായി തുടങ്ങി. ഇരുന്നിട്ട് ഇങ്ങനെ എഴുതണ്ടേ ഭഗവാന്റെ തിരുവഴിയിൽ. അപ്പോ അത് പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം പേടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ എന്റെ ഭക്തി ഇങ്ങനെ കൂട്ടി തരണേ, അങ്ങനെ എന്റെ ക്ലേശങ്ങളൊക്കെ എനിക്ക് മറക്കുമാറാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ ദശകത്തിന്റെ അവസാനമായപ്പോഴേക്കും അദ്ദേഹം പറയാണ്, ഇനി ഭഗവാനെ ഞാൻ ഭഗവാനോടുള്ള ഈ ആവലാദികളൊക്കെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇനി ഞാൻ ഭഗവാനോട് ഇനി ആവലാതി ഒന്നും പറയുന്നില്ല. അങ്ങക്ക് എപ്പോഴാണോ എന്നിൽ കരുണയുണ്ടാകുന്നത് അതുവരെ ഞാന് എന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളില് ഇങ്ങനെ തൃപ്പാദങ്ങളിൽ ഇങ്ങനെ പാദസേവ ചെയ്തിട്ടും നമസ്കരിച്ചിട്ടും ആ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ ജപിച്ചിട്ടും ഒക്കെ ഞാൻ ഇങ്ങനെ അങ്ങേ ഭജിച്ച് ഇവിടെ ഇരുന്ന് എന്തായാലും ഞാൻ ഇനി ഈ ഭജന നിർത്തില്ല. എന്റെ എന്ത് ക്ലേശങ്ങൾ ഉണ്ടായാലും അതൊക്കെ മറന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങയെ ഭജിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ ഈ ദശകത്തില്. അപ്പോ ഈ ദശകം ഞാന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പഠന്തോ നാമാനി പ്രമദഭര സിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാം ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂലകം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവത്പാദാം ഭോജ സ്മരണരസികോ നാമ നിവഹാൻ അഹം കായം കുഹജന വിവത്സ്യാമി വിജനേ കൃപാദേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമകീയതി നകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദദതേ മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത്പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാ ചരന്തേശ സ്വൈരം സതത പരിനിർഭാതവരധിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം ഭവദ്ഭക്തി സ്പീധാ ഭവതു മമ സൈവ പ്രശമയേ അശേഷ ക്ലേശൗകം ന ഖലു ഹൃദി സന്ദേഹ ഗണികാം ന ചേദ്വ്യാസസ്യോക്തി തവ വചനം നൈഗമവജോ ഭവേന്മിഥ്യാരഥ്യാ പുരുഷവചന പ്രായമഖിലം ഭവദ്ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖില പരിതാപ പ്രശമനീ പുനസ്താന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം വിദൂയ ക്ലേശാന്മേ ഗുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തൗ കരമഭിജതേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയനമദേ പാദ തുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ
പ്രബോധാദിവ്യാധി പ്രസവജനിതേ മാമകൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാസു നിഭവോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോപി സുഖിനോ ഭവസ്നേഹേ സോഹം സുബഹുപരിതപ്യേജ കിമിതം അകീർത്തിസ്തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി കുരു മാം കംസദമന കിമുക്തൈർഭൂയോപി തവ ഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലിപ്തേ പാദേ വരദവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്